ഇതൊക്കെ ആയതുകൊണ്ട് മോൻ്റെ മുടിയൊന്ന് വെട്ടിക്കണം. അതുപോലെ ചെറിയൊരു പർച്ചേസിങ്ങും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ മോനും ഞാനും വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓനൊന്ന് വീഴുകയും ചെയ്ത് നല്ലോണം ചമ്മിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് അവനറിയാം. അപ്പോൾ ഞങ്ങളങ്ങനെ ടൗണിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മുടി കട്ട് ചെയ്യുന്നത് ചെറിയ മോനായിരിക്കുമ്പോൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. നല്ല പരിചയമുണ്ട് ഞങ്ങളെ. അപ്പോൾ ഇനി ഇതൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. കുഴപ്പമില്ല, ആളുകളൊന്നും അധികം ഇല്ല. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ബായിമാരാണ്. അപ്പോൾ വേഗം വന്ന് മോൻക്ക് വേണ്ടിയിട്ട് ഒരു ചെയറൊക്കെ തന്നു. വെയിറ്റ് ചെയ്യിച്ചിട്ടില്ല ഞങ്ങളെ. ഇതാണ് ആള്. അപ്പോൾ ഞങ്ങൾ ചെയറിലിരിക്കുകയാണ്. മോനെ കട്ട് ചെയ്യുമ്പോൾ ആ മേത്തിടുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ, അത് ഇടാറില്ല. ഈ പ്രാവശ്യം ഇടുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മോനിക്ക് ആ ഒരു കളറ് അതൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ്, ബ്ലാക്ക് കളറെല്ലാം കാണുമ്പോൾ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കരയുന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഏതാ സ്റ്റൈലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈൻസ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് മോനോട് ഭയങ്കര കാര്യമാണ്. ചെറിയ മോനായിരിക്കുമ്പോഴേ ഒരു കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. സാധാരണ തലയൊക്കെ ഞാനിങ്ങനെ പിടിച്ചു കൊടുക്കണം. എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഇവനെ കട്ട് ചെയ്യിക്കാറ്. ഒറ്റയ്ക്ക് ആ ചെയറിലിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ചെയറിലിരുന്നിട്ട് അവന് കട്ട് ചെയ്യുന്നത്. ലൈൻസ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്, 1 ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലയൊന്നും ഇളക്കാതെ കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. ആളുകളൊക്കെ ഞാൻ വന്ന് നോക്കുന്നുണ്ട്, നല്ല തിരക്കാണ് ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഗെയ്സ്, എങ്ങനെയുണ്ട് മോൻ്റെ ഹെയർ കട്ടിങ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നല്ല ലുക്കായിട്ടില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. മോനെ ഏതായാലും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. സൈഡിൽ എക്സ്ട്രാ 2 ലൈൻസും കൂടി അവർ പറിച്ചിട്ടിട്ടതാണ്. അപ്പോൾ നല്ല ലുക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ ഇനി ഇതുപോലെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത്, ലൈൻസൊക്കെ മാഞ്ഞു പോകുമെന്നറിയില്ല. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസിങ്ങും കൂടിയുണ്ട്, അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടായി ഞങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അവന് ഭയങ്കര കാര്യമാണ് ഈ ട്രോളിങ് ഇങ്ങനെ വലിച്ചു നടക്കുന്നത്. അപ്പോൾ എന്നെ പിടിക്കാൻ സമ്മതിക്കില്ല, ഓനക്ക് തന്നെ അത് വലിച്ചിട്ട് എടുക്കണം. ഇങ്ങനെ വലിച്ച് വണ്ടി പോലെ ഇങ്ങനെ കൊണ്ടുപോകണം, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാക്കിൽ ഇങ്ങനെ എസ്കോട്ട് നടക്കണം, എന്തെങ്കിലും തട്ടിയിടുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് ഞാൻ ബാക്കിൽ നടക്കേണ്ടത്. പിന്നെ ഇവൻ വരുന്ന കാണുമ്പോൾ പരിചയമുള്ള, ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കടയായതുകൊണ്ട് പരിചയമുള്ളവരൊക്കെയാണ്. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.